നമസ്കാരം. ഭാരതത്തിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ ആധുനിക മനുഷ്യർ അത്ഭുതകരമായ നേട്ടങ്ങൾ കൈവരിച്ചു കഴിഞ്ഞു. എങ്കിലും മാറാരോഗങ്ങൾ, വിനാശകരമായ യുദ്ധസാധ്യതകൾ തുടങ്ങി നിരവധി ദുഃഖങ്ങൾ നമ്മെ അനുനിമിഷം അലട്ടിക്കൊണ്ടിരിക്കുന്നു. പൗരാണിക ഭാരത സംസ്കൃതിയിൽ ഇതിനുള്ള പരിഹാരം തേടുകയാണ് ഭരതം എന്ന ഈ പരിപാടിയിലൂടെ. ഇന്നും പതിവ് പോലെ നമ്മുടെ കൂടെയുള്ളത് ഇന്റിമസി ഹീലിംഗ് വില്ലേജിന്റെ സ്ഥാപകൻ ശ്രീ ഗുരു യോഗി ശിവനാണ്. നമുക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. നമസ്കാരം ഗുരുജി. നമസ്തേ ഗുരുജി, നമ്മൾ നോർത്ത് ഇന്ത്യയിലാണെങ്കിൽ കർവാ ചൗത്ത് ഉണ്ട്, നമ്മുടെ കേരളത്തിലാണെങ്കിൽ തിരുവാതിരയ്ക്ക് ഓർക്കോഴിക്കലുണ്ട്, വ്രതങ്ങളുണ്ട്. പക്ഷെ ഇതിലെല്ലാത്തിലെയും കോമൺ ആയിട്ടുള്ള ഒരു ഫാക്ടർ എന്ന് പറയുന്നത് ഇതെല്ലാം സ്ത്രീകളാണ് അനുഷ്ഠിക്കുന്നത്. ഭർത്താവിന് ആയുസ് ഉണ്ടാവാനും മക്കൾക്ക് വേണ്ടിയെല്ലാം. എന്തുകൊണ്ട് പുരുഷന്മാർക്ക് ഇതുപോലെയുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഇല്ല? അതൊരു അല്പം സാമൂഹികമായിട്ട് ചിന്തിക്കേണ്ട വിഷയമാണ്. സാങ്കേതികമായി പറഞ്ഞാൽ അത് ശരിയല്ല. കാരണം നമ്മുടെ ഭാരതീയമായ ഒരു സംസ്കാരത്തിൻ്റെ പ്രത്യേകത, പണ്ട് ഈ വ്രതങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ സമൂഹത്തിൽ വളരെ സജീവമായി നിലനിന്ന സമയത്ത് അധ്വാനിക്കുന്നത് ആരാ? പുരുഷന്മാർ. സ്ത്രീകൾ ആ അധ്വാനിക്കുന്ന പുരുഷനെ സഹായിക്കുന്ന ഒരു രീതി. ഇപ്പോൾ വീട്ടിൻ്റെ ചുമതല മുഴുവൻ അമ്മയായിരിക്കുമല്ലോ. എന്നാൽ വരുമാനത്തിന് വേണ്ടി പുറത്തു പോയി അധ്വാനിക്കുന്നത് ആരാ? അച്ഛനാണ്. പ്രകൃതിയിൽ അങ്ങനെ ഒരു നിയമം ഉണ്ടല്ലോ. പുരുഷൻ മാസ്കുലൈനാണ്, അവന് പേശീബലം കൂടുതലാണ്. സ്ത്രീക്ക് ചിന്താബലവും സഹനശക്തിയും കൂടുതലാണ്. അപ്പോൾ ക്ഷമയോട് ചെയ്യേണ്ട കാര്യങ്ങൾ, പിള്ളേരെ വളർത്തുക, മറ്റു കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുക, അത് സ്ത്രീക്കും. എന്നാൽ ശരിക്കും പേശീബലത്തിൻ്റെ അഗ്രഷൻ ആവശ്യമുള്ള സ്ഥലങ്ങൾ പുരുഷൻ ചെയ്യുക എന്നുള്ളതായിരുന്നു. പക്ഷെ പിന്നീട് ഈ സാമൂഹ്യ അവബോധം, ഞാനീ പറഞ്ഞു വരുന്നത് വേട്ടയാടിയും കൃഷി ചെയ്തും ജീവിച്ചപ്പോൾ ഉള്ള കാര്യമാണ്. പിന്നീട് അത് കഴിഞ്ഞ് ഇക്വാലിറ്റി, സ്ത്രീയും പുരുഷനും ഏകദേശം ഒരുപോലെ തന്നെ കാര്യങ്ങൾ ചെയ്യാം എന്ന അവസ്ഥയിലേക്ക് എത്തി. അതായത് യന്ത്രവൽക്കരണം. ഇപ്പോൾ തെങ്ങ് കയറാനായിട്ട് പണ്ട് എത്ര സ്ത്രീകൾ തയ്യാറായിരുന്നു? ഇല്ലായിരുന്നു. പക്ഷേ ഇന്ന് തെങ്ങ് കയറാൻ സ്ത്രീകൾ തയ്യാറാണ്. കാരണം മെക്കനൈസ്ഡായി. അപ്പോൾ ശാരീരിക അധ്വാനം കുറഞ്ഞു. അപ്പോൾ യന്ത്രങ്ങൾ, കാര്യങ്ങൾ, കഠിന ജോലികൾ യന്ത്രങ്ങൾ ചെയ്യാൻ തുടങ്ങിയപ്പോൾ പേശീബലത്തിൻ്റെ ആവശ്യമില്ലെങ്കിലും സ്ത്രീകൾക്കത് ചെയ്യാം എന്ന അവസ്ഥയായി. പിന്നീട് കുറച്ചുകൂടി അഡ്വാൻസ് ആയപ്പോൾ എന്തു പറ്റി? ഈ പുരുഷനും സ്ത്രീയും ഈക്വലായിട്ട് ജോലി ചെയ്യുന്നൊരവസ്ഥ വന്നു. അപ്പോൾ അവർ രണ്ടുപേരും ഒരുപോലെ ഷെയർ ചെയ്യാൻ തുടങ്ങി. എന്നിട്ട് ഒരു വിഭാഗം സ്ത്രീകൾ കുറച്ച് പിന്നിലേക്ക് പോയി. അവർക്ക് കൂടുതൽ അധ്വാനിക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല. അപ്പോൾ എന്തായി? പുരുഷനെ സേവിക്കാം എന്ന അവസ്ഥയിലേക്കായി. പക്ഷേ പുരുഷന് വലിയ സേവനത്തിൻ്റെ ഒന്നും ആവശ്യം ഇപ്പോഴില്ല. അപ്പോൾ ഇവർ കൂടുതൽ സമയം വരാൻ തുടങ്ങി. അപ്പോൾ പുരുഷന് വേണ്ടി വ്രതങ്ങൾ എടുക്കുക, അമ്പലത്തിൽ പോവുക, മറ്റു കാര്യങ്ങൾ ചെയ്യുക, ആ ഒരു അവസ്ഥയിലേക്ക് മാറി. അവിടെയാണ് ഈ ഒരു സംശയം വന്നത്. വ്രതം പുരുഷനും സ്ത്രീക്കും ഒരുപോലെ ആപ്ലിക്കബിളാണ്. എന്താണ് വ്രതം? നിങ്ങൾക്കറിയാവുന്ന വ്രതം ഒന്ന് പറഞ്ഞാണ്. രണ്ട് രീതിയിലാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. ഒന്ന് ഒരിക്കലാണ് ഒരു നേരം മാത്രം അരിയാഹാരം കഴിച്ചിട്ട് എടുക്കുന്ന വ്രതങ്ങളും, അല്ലാത്തത് ഭക്ഷണം ഒരു സമയം വരെ ഭക്ഷണം കഴിക്കാതെ അതിനുശേഷം മാത്രം കഴിക്കുന്ന രീതിയിൽ. അപ്പോൾ ഭക്ഷണം ഒഴിവാക്കുന്നതാണ് വ്രതം ആണോ? ഒരിക്കലുമല്ല. ആഹാരം, വെള്ളം, ചൂട്, വായു, ഉറക്കം, ഇത് അഞ്ചിനെയും സ്വാധീനിക്കാൻ എടുക്കുന്ന അല്ലെങ്കിൽ നാം നടത്തുന്ന കഠിനമായ പരിശ്രമങ്ങളെയാണ് വ്രതനിഷ്ഠ എന്ന് പറയുന്നത്. ഇപ്പോൾ ആധ്യാത്മിക ആചാര്യന്മാർ വ്രതം നോക്കുന്നതെന്ന് പറഞ്ഞാൽ എന്താണത്? അവർ ചില സമയത്ത് ആഹാരത്തെയും വെള്ളത്തെയും ചൂടിനെയും വായുവിനെയും നിഷേധിക്കും. മനസ്സിലായ? ആഹാരം കഴിക്കില്ല, വെള്ളം കുടിക്കില്ല, ചൂട് കൊള്ളില്ല, ഇരുട്ടറകളിൽ ഇരുന്ന് കളയും, എന്നിട്ട് ശ്വസിക്കുകയുമില്ല. ഈ കായകൽപ്പ ചികിത്സ എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? പണ്ട് ഈ കൂട് വിട്ട് കൂട് മാറ്റമൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന കഠിന വ്രതങ്ങളിലൂടെയാണ്, കഠിന ചിട്ടകളിലൂടെയാണ് അവരെ ഈ മോളിക്കുലാർ ചേഞ്ചസ് ശരീരത്തിൽ നടത്തിയെടുക്കുന്നത്. ഇങ്ങനെ
ഓരോ ലക്ഷ്യത്തിനു വേണ്ടി ഓരോ ഭൂതങ്ങളെയും, ഭൂമിഭൂതത്തെയോ ജലഭൂതത്തെയോ അഗ്നിഭൂതത്തെയോ വായുഭൂതത്തെയോ ശബ്ദഭൂതത്തെയോ സ്വാധീനിക്കാൻ മനുഷ്യനെടുക്കുന്ന കഠിന ശീലങ്ങളെയാണ് വ്രതങ്ങൾ എന്ന് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ ഈ നോക്കുന്ന വ്രതം എന്ന് പറയുന്നത്, അതായത് സ്ത്രീകൾ നോക്കുന്ന വ്രതങ്ങൾ കൂടുതലും ഈ ദുർമേധസ് കുറയ്ക്കുക, പിന്നെ ചഞ്ചലമായ മനസ്സിനെ സ്ഥിരമാക്കാനായി ഏകാഗ്രമാക്കാനായിട്ടുള്ള ഒരു ധ്യാനത്തിൻ്റെ പ്രാരംഭ പാഠം എന്നുള്ള രീതിയിൽ കൊടുക്കുന്ന ഒരു പീഠ, ശരീര മനോപീഠ. പിന്നീട് ഈ ഒരിക്കൽ എന്നൊക്കെ പറയുന്നതുണ്ടല്ലോ, ഏകാദശി. യഥാർത്ഥത്തിൽ ഏകാദശി അതിൻ്റെ സാങ്കേതിക പേരെന്തെന്നറിയോ? നിർജ്ജലോപവാസം എന്നാണ്. നിർജ്ജല ഉപവാസം, അതായത് ജലം പോലും കുടിക്കാതെ ആമാശയത്തെ എംറ്റിയാക്കുന്ന ഒരു കഠിനശീലത്തെയാണ്, ചിട്ടയാണ് നിർജ്ജലോപവാസം അല്ലെങ്കിൽ ഏകാദശി. മാസത്തിൽ ഇത് 2 പ്രാവശ്യമേ എടുക്കാവൂ മാക്സിമം. അതിൻ്റെ കാരണം എന്താണ്? അതിന് ശാസ്ത്രീയമായി നോക്കിയാൽ ഒരു മാസത്തിൽ 2 പ്രാവശ്യമേ മാക്സിമം ചെയ്യാവൂ. ഇല്ലെങ്കിൽ അത് ഔഷധം പോലെയാണ്. ഔഷധം അമിതമായി പ്രയോഗിച്ചാൽ ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യും. അതായത് അത് ഏത് ആശുപത്രിയിലാണെന്ന് ഓർക്കുന്നില്ല, എവിടെയോ ഞാനത് വായിച്ചതാണ്. ഈ ക്യാൻസർ പേഷ്യൻസിൽ നടത്തിയ ഒരു പഠനം, ഈ റമദാൻ ഉണ്ടല്ലോ, മുസ്ലിങ്ങളുടെ റമദാൻ നോമ്പ്, അത് കൃത്യമായി ആ ഉദ്ദേശശുദ്ധിയോടുകൂടി പാലിക്കുന്ന ആൾക്കാരിൽ ക്യാൻസർ 1% പോലും ഇല്ല എന്നാണ് പഠനങ്ങൾ തെളിയിച്ചത്. അപ്പോൾ അതെന്താണ് എന്ന് അന്വേഷിച്ചപ്പോൾ ഈ വർഷത്തിൽ 1 പ്രാവശ്യമാണ് ഇവർ ഇത്രയും കഠിനമായി ഈ വ്രതം ആചരിക്കുന്നത്. ബാക്കി സമയങ്ങളിലൊക്കെ ഇസ്ലാമിക ഒരു ശീലമനുസരിച്ചിട്ട്, വിശ്വാസമനുസരിച്ചിട്ട് അവർ ഈ പോർക്കൊഴിച്ച്, പന്നിയിറച്ചി ഒഴിച്ച് ബാക്കിയെല്ലാം കഴിക്കും. അപ്പോൾ ഇത്രയും റെഡ് മീറ്റ് കഴിക്കുന്ന ആൾക്കാർക്ക് എന്തുകൊണ്ട് ക്യാൻസർ വരുന്നില്ല? സാധാരണ റെഡ് മീറ്റ് കഴിക്കുന്നവർക്കാണ് ക്യാൻസർ വരുന്നതെന്ന് ഒരു സങ്കല്പമുണ്ട്, അല്ലെങ്കിൽ ഒരു പഠനമുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. വിശ്വാസ്യത ഇതൊന്നിനും അത്ര വ്യക്തമായിട്ട് വന്നിട്ടില്ല. അപ്പോൾ രണ്ടായാലും ഇതെന്തുകൊണ്ടെന്ന് പഠിച്ചപ്പോഴാണ് അവർക്ക് മനസ്സിലായത് 11.5 മണിക്കൂർ തുടർച്ചയായി ആമാശയത്തെയും കുടലിനെയും ഒഴിച്ചിട്ടാൽ ഈ കുടലിൻ്റെ പെരിറ്റോണിയത്തിൽ ചെറിയ ചെറിയ പൊട്ടലുകളുണ്ടാവും. അപ്പോൾ അത് വലുതായാൽ അത് മരണകാരണമാകും. അപ്പോൾ അങ്ങനെ ഒരു സന്നിഗ്ധാവസ്ഥയിലേക്ക് ബോധപൂർവം നമ്മൾ ശരീരത്തെ നയിക്കുമ്പോൾ ശരീരത്തിൽ തന്നെ ഒരു എമർജൻസി സിസ്റ്റമുണ്ട്. അതിനെയാണ് ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത്. ഈ ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം വിജിലൻ്റ് ആവും. കാരണം മരണകാരണമായ ഒരു ചെറിയ മുറിവ് അവിടെ വന്നു കഴിഞ്ഞു. ഇനി അത് വലുതാകാൻ സമ്മതിക്കരുത്. അപ്പോൾ ആ മുറിവിനെ ഉണക്കാനായിട്ടും അതിൻ്റെ ബ്ലീഡിങ്ങും മറ്റു കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി ശരീരം ഒരു ഹോർമോൺ ഉണ്ടാക്കും. അതായത് ഇപ്പോൾ ദേഷ്യം വരുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യം വരുമ്പോൾ ദേഷ്യം വരുമല്ലോ. ഈ ദേഷ്യം വരുന്നത് യഥാർത്ഥത്തിൽ ഒരു കെമിസ്ട്രിയാണ്. എനിക്കിഷ്ടപ്പെടാത്തൊരു കാര്യം കാണുകയോ കേൾക്കുകയോ ചെയ്യുമ്പോൾ എൻ്റെ മനോമണ്ഡലത്തിലൊരു തീരുമാനം വരും, ഇത് ശരിയല്ല. ആ തീരുമാനം എൻ്റെ അഡ്രിനൽ ഗ്ലാൻഡിനെ ആക്റ്റീവാക്കും. അപ്പോൾ അഡ്രിനാലിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ, ഒരു കെമിക്കൽ എൻ്റെ രക്തത്തിൽ കലരുമ്പോഴാണ് എനിക്ക് ദേഷ്യം വരുന്നത്. ആ പ്രോസസ്സ് സംഭവിച്ചില്ലെങ്കിൽ ആർക്കും എന്നെ ദേഷ്യം പിടിപ്പിക്കാൻ കഴിയില്ല. അതുപോലെ സന്തോഷം വരണമെങ്കിൽ ഹാപ്പി ഹോർമോൺസ് എന്ന് പറയുന്ന ഹോർമോൺസ് ഉണ്ട്. അത് പ്രൊഡ്യൂസ് ചെയ്താലേ നമുക്ക് ഹാപ്പിനെസ് അല്ലെങ്കിൽ സന്തോഷം ഉണ്ടാവും. അത് ചിലർക്ക് ആ ഗ്ലാൻഡ് വർക്ക് ചെയ്യില്ല. അവർക്ക് എത്ര സുഖസൗകര്യങ്ങൾ ലഭിച്ചാലും അവരെപ്പോഴും ഒരു ദുഃഖാവസ്ഥയിലായിരിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ ഇതുപോലെ ഈ അപകടകരമായ അവസ്ഥ കൈകാര്യം ചെയ്യാൻ, അതിനെ നേരിടാൻ ശരീരം പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ കെമിക്കൽ രക്തത്തിൽ കലർന്നാൽ എന്ത് സംഭവിക്കും? ക്യാൻസർ സെല്ലിന് വളരാൻ ഈ ഹോർമോൺ സമ്മതിക്കില്ല. പിടികിട്ടിയ? അപ്പോൾ ഈ നോമ്പ് നോക്കുന്നവർക്ക് സംഭവിക്കുന്നത് എന്താ? രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെ കൃത്യം 12 മണിക്കൂർ അവർ വെള്ളം കുടിക്കുകയില്ല, ആഹാരവും കഴിക്കില്ല. അപ്പോൾ ഈ 12 മണിക്കൂർ കഴിയുമ്പോൾ ശരീരത്തിൽ ഈ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടും.
പിന്നീട് അവർ കഴിക്കുന്നത് ചിട്ടയായി പാലിക്കുന്നവരെന്താണ്, വളരെ ലളിതമായ ചെറിയ സൂപ്പ്, കഞ്ഞിയോ ഗോതമ്പിൻ്റെ കഞ്ഞിയോ പിന്നെ ഈ ഡേറ്റ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കൂ. ഇത്രയും കഠിനമായ വിശപ്പ് അനുഭവിച്ചതിന് ശേഷം ഇവർക്ക് അമിതമായ ഭക്ഷണം കഴിക്കാൻ കഴിയില്ല. എന്നാൽ ചിലതരം ആൾക്കാർ ആ രാത്രി മുഴുവൻ പിന്നെ ആഹാരം കഴിക്കും. ഇപ്പോൾ ഞാൻ ഒമാനിൽ ആണ് വർഷങ്ങളോളം ജീവിച്ചത്. അപ്പോൾ അവിടെ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അടുത്ത് ഇത്തരം കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തപ്പോൾ ഒമാനി പുള്ളി പറഞ്ഞത്, ഇപ്പോൾ ഇത് റമദാനൊന്നും അല്ല, ഇത് റമദാൻ ഫെസ്റ്റിവലാണ്. പണ്ടത് റമദാൻ ഒരു സ്പിരിച്വൽ പ്രാക്ടീസായിരുന്നു, ഇപ്പോഴത് ആഘോഷമായി. ഇഫ്താർ വിരുന്നൊക്കെ. അപ്പോൾ ഉദാഹരണത്തിന് പണ്ട്, അതായത് ഒരു 10, 30, 40 വർഷങ്ങൾക്ക് മുമ്പ് 100,000 ആൾക്കാർ ജീവിച്ചിരുന്ന ഒരു സ്ഥലത്ത് 1 ടൺ ആഹാരം വേണ്ടിയിരുന്നു എങ്കിൽ റമദാൻ പീരീഡിൽ, ഇന്ന് ആ 100,000 ആൾക്കാർക്ക് 3 ടൺ ആഹാരം അവിടെ ചിലവാകുന്നുണ്ട്. അതിനർത്ഥം എന്താ? യഥാർത്ഥത്തിൽ ആഹാരത്തിൻ്റെ കൺസംഷൻ കുറയുവാണ് വേണ്ടത് റമദാൻ സമയത്ത്. ഇവിടെ 3 ഇരട്ടി വർദ്ധിക്കുക ചെയ്യുന്നത്. അതിനർത്ഥം ആൾക്കാർ പകൽ പട്ടിണി കിടക്കുകയും രാത്രി അമിതമായി ഭക്ഷിക്കുകയും ചെയ്യുകയാണ്. അതുകൊണ്ട് എന്ത് ഗുണം? യഥാർത്ഥത്തിൽ പകൽ പട്ടിണി കിടക്കുകയും രാത്രി ആരോഗ്യത്തിന്, ജീവൻ നിലനിർത്താൻ വേണ്ടി മാത്രം ആഹാരം കൊടുക്കുകയും ചെയ്യുമ്പോഴാണ് അത് റമദാൻ വ്രതമാകുന്നത്. അതൊരു കഠിന ചര്യയാണ്. ഇത് ഇസ്ലാമിക വിശ്വാസത്തിലെ ഹൈന്ദവ പാരമ്പര്യത്തിലാണ് ഈ നിർജ്ജലോപവാസം, ഏകാദശി വ്രതം. ഒരു മാസത്തിൽ 2 ഏകാദശി ഉണ്ടാവുമല്ലോ. ഈ 2 ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ നാം ശരീരത്തെ, ദഹന സംവിധാനത്തെ ഒഴിച്ചിട്ടാൽ ഈ പെരിട്ടോണിയത്തിൽ സ്ക്രാച്ചുകൾ ഉണ്ടാകുകയും ആ പെരിട്ടോണിയത്തിൽ സ്ക്രാച്ച് ഉണ്ടായി കഴിയുമ്പോൾ അവിടെ ഈ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും ചെയ്യും. പക്ഷേ ഇത് നിങ്ങളെ പെരിട്ടോണിയത്തിലുണ്ടാകുന്ന മുറിവിനെ ഉണക്കാനും ക്യാൻസറുമായി പ്രതിരോധിക്കാനായി നിങ്ങൾ ഉപവാസം നടത്താൻ പറഞ്ഞാൽ ആരെങ്കിലും ചെയ്യുമോ? ഇല്ല. ഒന്നുകിൽ ദൈവം നിങ്ങളിൽ സംപ്രീതനാകും എന്ന് പറയുകയോ നിങ്ങളുടെ ഭർത്താവിനും കുഞ്ഞുങ്ങൾക്കും ആരോഗ്യ സൗഖ്യങ്ങളുണ്ടാകും എന്ന് പറഞ്ഞാൽ ഈശ്വരനും പ്രിയപ്പെട്ടവർക്കും വേണ്ടി ബുദ്ധിമുട്ടാൻ സ്ത്രീകൾ പൊതുവെ തയ്യാറാണ്. ഇനി പുരുഷനോട് നിൻ്റെ ആരോഗ്യത്തിന് നീ പുകവലിക്കരുത് എന്ന് പറഞ്ഞാൽ അവൻ കേൾക്കുമോ? ഇല്ല. എന്നാൽ നിൻ്റെ കുഞ്ഞിന് ചിലപ്പോൾ ക്യാൻസർ വരുമെന്ന് പറഞ്ഞാലോ അവൻ പുകവലി നിർത്തും. എന്തുകൊണ്ടാണ്? അവൻ്റെ പ്രിയപ്പെട്ടവന് വേണ്ടി അവൻ്റെ സുഖങ്ങൾ ത്യജിക്കാൻ അവൻ തയ്യാറാവും. ഇങ്ങനെ പ്രിയപ്പെട്ടവർക്കും ഈശ്വരനും വേണ്ടി ത്യാഗം അനുഭവിക്കാനുള്ള ഒരു മാർഗമാണ് വ്രതമായി അവതരിപ്പിച്ചത്. ബട്ട് എൻഡ് ഓഫ് ദി ഡേ പ്രയോജനം ആർക്കാ? അവനവന് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ നിർവചനങ്ങളിൽ നിന്നോ കഥാരൂപങ്ങളിൽ നിന്നോ കാര്യങ്ങൾ മനസ്സിലാക്കുക, അതിനെ യുക്തിപൂർവം ചിന്തിക്കുക, എന്നിട്ട് വ്യക്തി കേന്ദ്രീകൃതമായ ഒരു തീരുമാനം എടുക്കുക, അത് ജീവിതത്തിൽ പകർത്തുക. എന്നാൽ ആ ചര്യയുടെ പൂർണ്ണ ഫലം കിട്ടും. ഇപ്പോൾ ഗുരുജി ഒരുപാട് ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യം ഇടയ്ക്ക് സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഒരു സംശയം ചോദിക്കാം. ഇപ്പോൾ നമ്മുടെ പ്രകൃതി ചികിത്സകൾ, അതുപോലെ തന്നെ നാഡീ ചികിത്സകൾ, അതുപോലെയുള്ള ഒരുപാട് ചികിത്സകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. പക്ഷേ എപ്പോഴും കൂടുതൽ ആൾക്കാർ പ്രിഫർ ചെയ്യുന്നത് അലോപ്പതിയാണ്, ഇൻസ്റ്റൻറ്റ് റിസൾട്ട് എന്നുള്ള രീതിയിൽ. ശരിക്കും എന്താണ് ഈ നാഡീ ചികിത്സയും പ്രകൃതി ചികിത്സയും എന്നെല്ലാം? യഥാർത്ഥത്തിൽ നാഡീ ചികിത്സ എന്നൊരു ചികിത്സയില്ല. ആയുർവേദത്തിൽ, സിദ്ധവൈദ്യത്തിലും നാഡിയുടെ നില നോക്കിയിട്ട് രോഗത്തിൻ്റെ അവസ്ഥയും അതായത് നിലയും അതിൻ്റെ കാരണവും ഇവർക്ക് ഊഹിക്കാൻ കഴിഞ്ഞിരുന്നു. ഇന്നിപ്പോൾ അതത്ര പ്രചാരത്തിലില്ല. കാരണം ഒരു മനുഷ്യൻ്റെ ഏകാഗ്രതയ്ക്കപ്പുറം, ഷാർപ്പ്നെസ്സിനും അപ്പുറം യന്ത്രങ്ങളിപ്പോൾ വളരെ ഷാർപ്പായി കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ രോഗനിർണയത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ ആയുർവേദ സിദ്ധ ഡോക്ടർമാരും സമീപിക്കുന്നത് ആധുനിക യന്ത്രങ്ങളെ തന്നെയാണ്. ഇപ്പോൾ ബ്ലഡ് പ്രഷർ എത്രയുണ്ടെന്ന് നാടി നോക്കി സാധാരണ ആരും ഒരു തീരുമാനം എടുക്കാൻ നിൽക്കാറില്ല. അപ്പോൾ അത് അപ്പാരറ്റസ് നോക്കി തന്നെയാണ് അത് നിർണ്ണയിക്കുന്നത്. എന്നാൽ എന്തുകൊണ്ട് ഒരു ബ്ലഡ് പ്രഷർ വേരിയേഷൻ ഉണ്ടായി എന്ന്
ഒരു പരിചയസമ്പന്നനായ ഡോക്ടർക്ക് നാഡി കൊണ്ട് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ അതിനെ ഡബിൾ ചെക്ക് ചെയ്യാം, വെരിഫൈ ചെയ്യാൻ വേണ്ടി ലാബ് അനാലിസിസും പറ്റും. അപ്പോൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ആധുനിക മനുഷ്യന് പാരമ്പര്യത്തിൻ്റെയും ആധുനികതയുടെയും കൂടി ഒരു പ്രയോജനം ഉണ്ട്. അപ്പോൾ ഇവിടെ അലോപ്പതി അല്ലെങ്കിൽ മോഡേൺ മെഡിസിൻ, മോഡേൺ സംവിധാനങ്ങൾ മാത്രം നമ്മൾ അതിനെ മാത്രം ആശ്രയിക്കുമ്പോൾ പാരമ്പര്യമായി നേടിയ, തലമുറകളായി നേടിയ അതിൻ്റെ ഒരു ആർജവം നമുക്ക് നഷ്ടപ്പെടുന്നുണ്ട്. എന്നാൽ പാരമ്പര്യമായി നേടിയത് ഒരു കാലഘട്ടം കഴിഞ്ഞിട്ട് അതിൻ്റെ ഈ റിസർച്ച്, ഗവേഷണങ്ങൾ നിന്നുപോയി. അതായത് ബ്രിട്ടീഷ് ഇൻവേഷൻ അല്ലെന്നുണ്ടെങ്കിൽ മുഗളന്മാരുടെ വരവോടുകൂടി ഇവിടെ ഒരു കാലുഷ്യമുണ്ടായി. ആ ഒരു സംസ്കാരത്തിൻ്റെ ചിട്ട നഷ്ടപ്പെട്ടു. പിന്നെ ഒരു വലിയ കാലുഷ്യവും സംശയവുമായി ഒരു സംഘർഷാവസ്ഥയിലേക്ക് പോയി. അത് കഴിഞ്ഞ് പിന്നെ പോർച്ചുഗീസ്, ഫ്രഞ്ച്, ഡച്ച് ഇൻവേഷൻ, ഇതെല്ലാം കഴിഞ്ഞ് ഫൈനലി ഒരു ഏകദേശം 300-350 വർഷം ബ്രിട്ടീഷുകാരൻ്റെ കയ്യിലായിരുന്നു. അപ്പോൾ അവരുടെ ആ ഒരു സാംസ്കാരിക വൈദികപരമായിട്ടുള്ള ഇൻവേഷനോടുകൂടി ഏകദേശം ഒരു 1000 വർഷം ഈ നാട്ടിലെ ഒരു റിസർച്ചും അല്ലെന്നുണ്ടെങ്കിൽ ഡെവലപ്മെൻറ്റും നടന്നിട്ടില്ല. ഏതിൽ? സിദ്ധവൈദ്യത്തിലും ആയുർവേദത്തിലും. പിന്നീട് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമാണ് ഇതിനൊരു അക്സെപ്റ്റൻസ് പോലും ഉണ്ടായത്. എന്നിട്ടും സ്വാതന്ത്ര്യത്തിന് ശേഷം വന്ന ആ ഭരണ സംവിധാനങ്ങൾ ഇതിനൊന്നും വേണ്ടത്ര പ്രാധാന്യം കൊടുത്തില്ല. അതുകൊണ്ട് ഇതിൻ്റെ ഫർദർ ഡെവലപ്മെൻറ്റ്, ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു സർജിക്കൽ ബ്ലേഡ്, സർജിക്കൽ എക്യുപ്മെൻറ്റ്സ് ആരെങ്കിലും ഇപ്പോൾ ആയുർവേദത്തിനെയോ സിദ്ധവൈദ്യത്തിനെയോ സമീപിക്കാറുണ്ട് അതിനു വേണ്ടി? കാരണം അതിലതില്ല. എന്നാൽ സുശ്രുത സംഹിതയിൽ നിന്നാണ് ഈ സർജിക്കൽ എക്യുപ്മെൻറ്റ്സിൻ്റെ ഐഡിയ മോഡേൺ സയൻറ്റിസ്റ്റിന് കിട്ടിയത്. അതിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതിൽ ഏത് രൂപത്തിൽ, ഏത് ഷാർപ്പ്നെസ്സിൽ, ഈവൻ അതിൻ്റെ മെറ്റാലിക് കോമ്പിനേഷൻ ഉണ്ടല്ലോ, അതുപോലും എത്ര സൂക്ഷ്മമായിരിക്കണമെന്ന് സുശ്രുത സംഹിതയിലുണ്ട്. ഈ സുശ്രുത സംഹിത ജർമ്മനിയിൽ കൊണ്ടുപോയിട്ടാണ് ഇന്നത്തെ ഈ മോഡേൺ സർജിക്കൽ എക്യുപ്മെൻറ്റ്സ് അവരുണ്ടാക്കിയെടുത്തത്. അപ്പോൾ ഇവിടുത്തെ ഗവേഷണങ്ങളോ അല്ലെങ്കിൽ പഠനങ്ങളോ നിലയ്ക്കുകയും അത് മറ്റൊരു സ്ഥലത്ത് പോയി വളർന്നു വരികയും ചെയ്തപ്പോഴാണ് നമ്മുടെ പാരമ്പര്യത്തിൻ്റെ ആ ഒരു ഊർജ്ജം നിലനിൽപ്പുണ്ടെങ്കിലും ആധുനികതയുടെ സഹായം അല്ലെങ്കിൽ സഹകരണം കൂടിയാണ് യഥാർത്ഥത്തിൽ മുന്നോട്ട് പോകേണ്ടത്. അപ്പോൾ ഇവിടെ ഈ നാഡീ ചികിത്സ എന്ന് പറയുന്നത് നമ്മുടെ മെഷീന് വഴങ്ങാത്ത ഒരു തലമുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ റിട്ടേൺ ഓഫ് ദ ഋഷി എന്നൊരു പുസ്തകമുണ്ട്. അത് ഡോക്ടർ ദീപക് ചോപ്ര എഴുതിയതാണ്. അതിൽ അദ്ദേഹത്തിൻ്റെ അനുഭവത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ആശുപത്രിയിൽ വളരെ പരിക്ഷീണനായ ഒരു മനുഷ്യൻ വന്നൊരു ദിവസം. എന്നിട്ട് പുള്ളി പറഞ്ഞ്, എനിക്ക് ഹാർട്ട് അറ്റാക്ക് വരുമെന്ന് തോന്നുന്നു, അതുകൊണ്ട് ഡോക്ടറെ ഒന്ന് പരിശോധിക്കണം. അപ്പോൾ അന്ന് അവർക്ക് നിലവിലുള്ള സർവ്വ സംവിധാനങ്ങളും ഉപയോഗിച്ച് ഇയാളെ ടെസ്റ്റ് ചെയ്തു. അവിടെ ഒരു ഹൃദയസ്തംഭനം വരാനുള്ള ഒരു കാരണവും ഡോക്ടേഴ്സ് കണ്ടെത്തിയില്ല. അപ്പോൾ അവർ ധരിച്ചത് ഇതുപോലെ ഗ്യാസോ മറ്റോ ആയിരിക്കും. അങ്ങനെ ഗ്യാസിൻ്റെ ഗുളിക കൊടുത്തുവിട്ട് പൊക്കോളാൻ പറഞ്ഞു. ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ട് ഈ മനുഷ്യൻ വീണ്ടും വന്നു, വളരെ പരിക്ഷീണനായിട്ട് വന്നിട്ട് പറഞ്ഞു, എനിക്ക് ഹൃദയസ്തംഭനം ഉണ്ടാകാൻ പോവുകയാണ്, ഡോക്ടറെ രക്ഷിക്കണം. വീണ്ടും ഇവർ ഈ ടെസ്റ്റുകളെല്ലാം നടത്തി, ഒരു ലക്ഷണവുമില്ല. അപ്പോൾ അവർ കരുതിയത് ഇവർക്ക് വല്ല മാനസിക പ്രശ്നം ഉണ്ടാകും എന്നുള്ള രീതിയിൽ കൗൺസിലിംഗ് കൊടുത്ത് പറഞ്ഞു വിട്ടു. 1 ആഴ്ച കഴിയുമ്പോൾ ഈ മനുഷ്യനെ എമർജൻസി യൂണിറ്റിൽ അഡ്മിറ്റ് ചെയ്തു. മാസീവ് ഹാർട്ട് അറ്റാക്ക്, ഡോക്ടേഴ്സ് കുഡിൻറ്റ് ഡു എനിത്തിങ്. ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല, ആ മനുഷ്യൻ മരിച്ചുപോയി. അപ്പോൾ ഡോക്ടർ ദീപക് ചോപ്ര എഴുതുന്നത്, ഒരു ഡോക്ടർ എന്നുള്ള നിലയ്ക്ക് ഞാൻ ഏറ്റവും കൂടുതൽ അപമാനിക്കപ്പെട്ട ഒരു സന്ദർഭമാണത്. അതുകൊണ്ടാണ് അദ്ദേഹം ഈ റിട്ടേൺ ഓഫ് ദ ഋഷി എന്ന, അതായത് പാരമ്പര്യത്തെ നമ്മൾ കുറച്ചുകൂടി മനസ്സിലാക്കണം. ആയുർവേദത്തിലും സിദ്ധവൈദ്യത്തിലും പ്രകൃതി ചികിത്സയിലും ഇത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. രോഗം ആദ്യം സംഭവിക്കുന്നത് മനോമണ്ഡലത്തിലാണ്. നമുക്ക് 5 ശരീരങ്ങളാണ്, പഞ്ചകോശങ്ങളാണ്: അന്നമയം, പ്രാണമയം, മനോമയം, വിജ്ഞാനമയം, ആനന്ദമയം. അതിൽ മനസ്സിലാണ് രോഗം ആദ്യം ഉദയം ചെയ്യുന്നത്, ഡിസ്റ്റർബൻസ്. ആ സമയത്തെ നമുക്ക് ചില തോന്നലുണ്ടാവും, എന്തോ കുഴപ്പമുണ്ടെന്നൊരു തോന്നലുണ്ടാവും. അത് കഴിഞ്ഞിട്ട് രോഗത്തിൻ്റെ തീക്ഷ്ണത കൂടുകയും അത് പ്രാണനിൽ വരുമ്പോൾ അത് വേദനയായി അനുഭവപ്പെടും. പക്ഷേ മെഷീനിൽ നോക്കിയാൽ ഒന്നും കാണില്ല. വീണ്ടും അത് മോളിക്കുലാർ ലെവലിൽ അന്നമയ കോശത്തിൽ പ്രതിഫലിക്കുമ്പോഴേ മൈക്രോസ്കോപ്പിലായാലും ഇത് കാണാൻ പറ്റും. അപ്പോഴേക്കും ഡാമേജ് ഒരു പരിധിക്കപ്പുറം കടന്നു കഴിയും. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ചോദിച്ച നാഡീ ചികിത്സയിൽ
ഈ പ്രാണതലത്തിൽ വച്ചേ ഇതിനെ ഡയഗ്നോസ് ചെയ്യാൻ കഴിഞ്ഞാൽ അവിടെ വച്ച് തന്നെ നമുക്ക് പ്രാണചികിത്സ കൊണ്ട് രോഗത്തിന് ഒരു നിയന്ത്രണം കൊണ്ടുവരാൻ കഴിയും. അപ്പോൾ നമുക്ക് സ്പേസ് കിട്ടും. അത് കഴിഞ്ഞ് അത് അന്നമയത്തിലേക്ക് പോവുകയാണെങ്കിൽ പോലും അതിന് ബലം കുറവായിരിക്കും. ഔഷധ സേവ കൊണ്ട് നമുക്കതിനെ മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ആ പാരമ്പര്യത്തിൻ്റെ ആ ഒരു ശാസ്ത്രശാഖയും ഒപ്പം ആധുനികതയുടെ ആ ഒരു ഗുണവും നേട്ടവും രണ്ടും കൂടി ചേർത്തെടുക്കുമ്പോഴാണ് അത് ഫലം കൂടുതൽ കിട്ടുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഡെവലപ്ഡ് കൺട്രീസിലൊക്കെ ഇൻ്റഗ്രേറ്റഡ് മെഡിസിൻ അല്ലെങ്കിൽ ഇൻ്റഗ്രേറ്റഡ് ട്രീറ്റ്മെൻറ്റ് അവർ ശക്തമായിട്ട് ഡെവലപ്പ് ചെയ്തു വരുന്നത്. കാരണം വെറും മരുന്നിന് ഡിപ്പെൻഡ് ചെയ്ത് വന്നപ്പോൾ എന്ത് പറ്റി? മെഡിസിൻ ഈസ് ഓൾവേസ് പ്രൊഡ്യൂസിങ് സൈഡ് എഫക്ട്സ്. മരുന്നുകൾ മാത്രമാകുമ്പോൾ അതിൻ്റെ പ്രതിപ്രവർത്തനം ദോഷകരമായി സമൂഹത്തെ ബാധിച്ചു തുടങ്ങി. അപ്പോൾ പ്രാണതലത്തിലോ മനോതലത്തിലോ ഇതിനെ ഹാൻഡിൽ ചെയ്യാൻ കഴിഞ്ഞാൽ അവിടെയാണ് ഈ നാഡീ ചികിത്സ, പ്രകൃതി ചികിത്സ. പിന്നെ പ്രകൃതി ചികിത്സ എന്ന് നിങ്ങളൊക്കെ ഒരു പക്ഷേ ധരിക്കുന്നത് മണ്ണ് പൊത്തുക. പ്രകൃതി ജീവനം എന്ന് പറഞ്ഞാൽ പ്രകൃതി നിയമങ്ങൾക്കനുസരിച്ചിട്ട് ശരീരത്തെ മുന്നോട്ട് കൊണ്ടുപോവുക. അതാണ് പ്രകൃതി ചികിത്സ. ശരിക്കും പറഞ്ഞാൽ അടിസ്ഥാനപരമായി ആയുർവേദവും സിദ്ധവൈദ്യവും അല്ലെങ്കിൽ ഉരുത്തിരിഞ്ഞു വന്നത് പ്രകൃതി ചികിത്സ എന്നാണ്. ഇപ്പോൾ കാട്ടിലെ ജീവജാലങ്ങൾക്ക് ഏത് ഡോക്ടറാണ് പോയി മരുന്ന് കൊടുക്കുന്നത്? അവർക്ക് രോഗം വരുമ്പോൾ അവർക്കും രോഗം വരും. പക്ഷേ അവർ പ്രകൃതിയുടെ നിയമങ്ങളുമായി സമരസപ്പെട്ട് ജീവിക്കുന്നത് കൊണ്ട് ശരീരത്തിൽ ഒരു താള വ്യതിയാനം, അസന്തുലിതാവസ്ഥ ഉണ്ടാകുമ്പോൾ ആ ജീവിക്കറിയാം എന്താണ് അവൻ ചെയ്യേണ്ടത്. അവിടെയാണ് ആ ജീവിയും ആദ്യം വ്രതം നോക്കുക ചെയ്യുന്നത്. ഒരു രോഗം വന്നു കഴിഞ്ഞാൽ ഏതൊരു മൃഗമായാലും പക്ഷിയായാലും അത് ആദ്യം പട്ടിണി കിടക്കും. അതിന് ഏകാദശി എന്നും ദ്വാദശി എന്നും അറിഞ്ഞുകൂടാ, അത്രയേ ഉള്ളൂ. പക്ഷേ അത് ആഹാരം കഴിക്കരുത്, നമ്മുടെ ദഹന സംവിധാനത്തെ ആക്കി നിർത്തണമെന്ന് അതിനറിയാം. അങ്ങനെ അത് ആകുമ്പോൾ, ഉപവസിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെ ചില ഗ്ലാൻഡുകൾ, ചില ഗ്രന്ഥികൾ ആക്റ്റീവ് ആകും. അങ്ങനെ ഗ്രന്ഥികൾ ആക്റ്റീവ് ആകുമ്പോൾ അവർ ആ ഗ്രന്ഥികളുടെ പ്രവർത്തനം കൊണ്ട് അവർക്ക് അതുവരെ കഴിച്ചിരുന്ന ആഹാരത്തിനോട് ഒരു വിരക്തി തോന്നുകയും വേറെ ചില ആഹാരത്തിനോട് ആസക്തി തോന്നുകയും ചെയ്യും. ആ ആസക്തിയാണ് അവരുടെ ഔഷധം. ആ പട്ടി പുല്ല് തിന്നുന്നത് കണ്ടിട്ടില്ലേ? പുലി പുല്ല് തിന്നും. അപ്പോൾ മത്സ്യമാംസാദികൾ കഴിച്ചുകൊണ്ടിരുന്ന ഒരു ജീവി രോഗം വന്നപ്പോൾ അത് നിർത്തി. അതിനോട് വിരക്തിയും വന്നിട്ട് ചില പുല്ലിനോട്, ചില ചെടികളുടെ പട്ടയോട്, മണ്ണിനോട്, അതിനോടൊക്കെ ഒരു ആസക്തി വരും. അത് പോയി ഭക്ഷിക്കുമ്പോൾ അതിൻ്റെ ഔഷധം ആയിട്ടാണത് പ്രവർത്തിക്കുന്നത്. ഇതാണ് യഥാർത്ഥ പ്രകൃതി ചികിത്സ. ഇത് നമ്മുടെ ജീവിതത്തിൽ അതൊരു ചികിത്സാ രീതിയായി കോഡിഫൈ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്തപ്പോഴാണ് പ്രകൃതി ചികിത്സ, നാഡീ ചികിത്സ, ആയുർവേദ ചികിത്സ എന്ന സംവിധാനങ്ങളിലേക്കൊക്കെ നമ്മൾ മാറി വന്നത്. എന്തായാലും ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു അധ്യായം തന്നെയായിരുന്നു. ഗുരുജിയുടെ വിലയേറിയ സമയത്തിന് ഒരുപാട് നന്ദി. നമുക്ക് അടുത്ത അധ്യായത്തിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. നമസ്കാരം. ഭരതവുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കുമായി ഞങ്ങൾക്ക് എഴുതുക. ഭരതം, ഇന്റിമസി ഹീലിംഗ് വില്ലേജ്, പൂവത്തൂർ PO, നെടുമങ്ങാട്, തിരുവനന്തപുരം 695561. ഇമെയിൽ kaumudibharadam@gmail.com.